അങ്ങനെ ഹീറോയിനാണെങ്കിൽ ആ പിള്ളേർ അവൾക്ക് ചെയ്ത ക്രൂവലിറ്റിയെ കുറിച്ച് പോലീസിൽ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാണ്. ഇവിടെ പാർട്ടിയിലേക്ക് പോയതും അമ്മയോട് സംസാരിച്ചതും ഇവിടെ കാറി കയറ്റി കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും. അതേസമയത്ത് ഈ കാര്യം അറിയുന്ന അവന്മാരാണെങ്കിൽ പോലീസിനെ കണ്ണിപ്പെടാതെ ഒളിവിൽ പോവുകയാണ്. പക്ഷേ പോലീസുകാരാണെങ്കിൽ ഇവിടെ അതേ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും അന്വേഷിച്ച് കണ്ടെത്തി അവന്മാർ 5 ആളെയും അറസ്റ്റ് ചെയ്യാണ്. എന്നാൽ അതേസമയത്ത് ഇവന്മാരുടെ പേരൻസ് എല്ലാം തന്നെ സൊസൈറ്റിയിലെ വലിയ വലിയ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇവന്മാർ എങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരുടെ പേരും പറഞ്ഞു കൊടുക്കുകയാണ്. MLA മന്ത്രി തുടങ്ങി എല്ലാവരുടെ പേരും പറയാണ്. അതിലൊരുത്തിന്റെ അമ്മയാണെങ്കിൽ ഒരു വലിയ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരിക്കും. പക്ഷെ മകൻ ചെയ്ത കാര്യം അറിയുന്നവരാണെങ്കിൽ ഞാൻ ഈ ഹെഡ് മാസ്റ്റർ പദവിക്ക് ശരിയായ ആളില്ല എന്ന് പറഞ്ഞ് റിസൈൻ ചെയ്തിട്ട് വരും. അങ്ങനെ ഇവള് വീട്ടിൽ പോയാൽ ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ എനിക്കൊന്ന് പ്രാന്താണ് അവിടെയുള്ള നമ്മുടെ മകനാണെന്ന് പറയും. പക്ഷെ തന്നെ ഇവളാണെങ്കിൽ മൈനർ പെണ്ണിനെ റേപ്പ് ചെയ്തവനൊന്നും നീ സപ്പോർട്ട് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അതേസമയത്ത് പോലീസുകാരാണെങ്കിൽ ഇവന്മാർ ചെയ്ത കാര്യങ്ങളെല്ലാം സമ്മതിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാകും. പക്ഷെ അവന്മാരെ സമ്മതിക്കുന്നുണ്ടാവില്ല. ആ സമയത്ത് കേസിന്റെ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇവന്മാർ കഴിച്ചു ചോദിക്കുകയാണ്. പക്ഷെ ഇവന്മാരാണെങ്കിൽ 2 ദിവസം കഴിച്ചിട്ടുണ്ടാവില്ല. പട്ടണി കിട്ടിട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറയാണ്. ആ സമയത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇവർക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കാൻ പറയും. അങ്ങനെ അവന്മാർ ആവശ്യപ്പെട്ട പോലെ ഒരു എക്സ്പെൻസീവായി ബിരിയാണി ഓർഡർ ചെയ്യാൻ പറയാണ്. പക്ഷെ 5 എണ്ണത്തിന് പകരം 25 ഓർഡർ ചെയ്തിട്ടുണ്ടാവും. ആദ്യമൊക്കെ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ 2 ബിരിയാണി കഴിച്ചു തീർക്കാണ്. പക്ഷെ മതി എന്ന് പറഞ്ഞ് നിർത്താൻ പോകുന്ന സമയത്താണെങ്കിൽ പോലീസുകാർ സമ്മതിക്കുന്നുണ്ടാവില്ല. ഞങ്ങൾ പറയാതെ നീ കഴിക്കുന്ന നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ബിരിയാണി ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവനാണെങ്കിൽ കഴിക്കാൻ വയ്യാതാകമാൻ ചെയ്ത കാര്യങ്ങളെ സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവന്മാർ 5 ആളെയും ബിരിയാണി തിരിച്ചുകൊണ്ട് തന്നെ കുറ്റം സമ്മതിപ്പിക്കുകയാണ്. അതേസമയത്ത് ഈ കാര്യം ഇവന്മാരുടെ അച്ഛന്മാരാണെങ്കിൽ ഹീറോനെതിരെ വാദമായിട്ട് ഒരു വലിയ ലോയറിനെ അപ്പോയിന്റ് ചെയ്യാണ്. ഈ കേസ് ഒരു പോക്സോ ആയതോടെ കോർട്ട് റൂമിലാണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് അവന്മാരുടെ ലോയർ ആണെങ്കിൽ CCTV ഫുട്ടേജ് കാണിക്കുകയാണ്. അതിലാണെങ്കിൽ ഹീറോനെ ആരും കമ്പൽ ചെയ്യുന്നുണ്ടാവില്ല. ഇവിടെ സ്വയം കാറി കയറി പോവാണെന്ന് പറഞ്ഞ് ഹീറോനാണ് തെറ്റേറിയെന്ന് പറഞ്ഞ് കേസ് ഇവളുടെ മേൽ തിരിച്ചു വിടുകയാണ്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ കമ്പനി വീഡിയോക്ക് ലൈക്കും ചെയ്യുക. പ്രീവിയസ് പാർട്ട് ചെക്ക് ചെയ്ത് നോക്കുക.